നമസ്കാരം. കർണാടകയിലെ 22 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള BJP സ്ഥാനാർത്ഥികളിൽ ധാരണയായിരിക്കുന്നു. ബാക്കിയുള്ളവ ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നദ്ദ എന്നിവരുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ ചേർന്ന BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏകദേശ ധാരണ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ ആയി തന്നെ ഉണ്ടാകുമെന്നും BJPയുമായി അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നു. എന്തായാലും ബെൽഗാവിയിൽ നിന്നും മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാറും, ഹുബ്ബള്ളിയിൽ നിന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും, ഉടുപ്പിയിൽ നിന്നും ശോഭ കരന്തലജയും, ശിവമോഗയിൽ നിന്നും BY രാഘവേന്ദ്രയും ജനവിധി തേടുമെന്ന് തന്നെയാണ് പ്രാഥമിക സൂചനകൾ. മൈസൂരുവിലെ സിറ്റിംഗ് MP ആയ പ്രതാപ് സിൻഹയ്ക്ക് ഇത്തവണ സീറ്റ് ലഭിച്ചേക്കില്ല, പകരം യദുവീർ വാദ്യാർ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ദക്ഷിണ കന്നഡ MP ആയ നളീൻ കുമാർ കട്ടേലിനും സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പകരം കേന്ദ്രമന്ത്രി കൂടിയായ നാരായണ സ്വാമി ആയിരിക്കും മണ്ഡലത്തിൽ ജനവിധി തേടാനൊരുങ്ങുന്നത്. മൈസൂരു, ഉത്തര കന്നഡ, ദക്ഷിണ കന്നഡ എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മാത്രമേ ഇനി തീരുമാനമാകാനുള്ളൂ. ബുധനാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിലും അന്തിമ തീരുമാനം കേന്ദ്രം എടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ BS യെദ്യൂരപ്പ, BL സന്തോഷ്, BJP സംസ്ഥാന അധ്യക്ഷനായ BY വിജയേന്ദ്ര, കേന്ദ്ര മന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ എന്നിവരും ദില്ലിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും 28 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ യോഗത്തിൽ. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് കർണാടകത്തിൽ BJPക്ക് നേരിടേണ്ടി വന്നത്. ഇത് മറികടക്കാൻ വേണ്ടി തന്നെയാണ് ചില കരുത്തരായ നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് സിറ്റിംഗ് MPമാരെ പോലും ഒഴിവാക്കിക്കൊണ്ട് BJP ഈ ഒരു പട്ടികയുടെ അന്തിമ രൂപം തയ്യാറാക്കിയിരിക്കുന്നത്. കർണാടകത്തിൽ BJPക്ക് യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല. കാരണം 2019 മിന്നുന്ന വിജയം തന്നെയാണ് കർണാടക BJPക്ക് സമ്മാനിച്ചത്. അത് തന്നെ 2024 ആവർത്തിക്കുമെന്നുള്ള ശുഭ പ്രതീക്ഷ കൂടി അവർക്കുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.